എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് എടുത്താൽ മതി. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു മാവ് വല്ലാണ്ട് ലൂസായിട്ടാണുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കി എടുക്കാം. അപ്പോൾ അത് ആവശ്യത്തിന് നിങ്ങളുടെ ആ ഒരു ചോറിൻ്റെ വെള്ളത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. ഒരു 4-5 ടേബിൾ സ്പൂണൊക്കെ എന്തായാലും വേണ്ടി വരും. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കറിവേപ്പിലയോ മല്ലിയിലയോ ഏതാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചേർത്തിട്ട് അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മാവ് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് എടുത്തിട്ട് ഓരോരോ വടകളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിങ്ങനെ കുറച്ചൊരു ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുക. അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് കയ്യിലൊന്ന് വെള്ളം നനച്ചിട്ട് ഇതുപോലെ വടകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പുറത്തൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു വട. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വട ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക്